ഒരു ഇംഗ്ലീഷ് സംസാരിക്കാൻ താല്പര്യമുള്ള എല്ലാവരും ഇടക്കിടക്ക് വരുത്തുന്ന മിസ്റ്റേക്കാണ്, അല്ലെങ്കിൽ പലപ്പോഴും മനസ്സിലാവാത്തൊരു സാധനമാണ് എന്ത് ഡൂം ഡസും. ഈ ഡൂം ഡസ് എന്ന് പറയുന്നത് നമ്മൾ റൈറ്റ് ഓർ നോട്ട് അല്ലേ? അപ്പൊ ഇത് തമ്മിലുള്ള കൺഫ്യൂഷൻ ഇന്നത്തോട് കൂടി ഇവിടെ ക്ലിയർ ആയിട്ട് പോകണം. അതിനുള്ള ചെറിയൊരു ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ പോകണം അല്ലേ? ആക്ടിവിറ്റി ഒക്കെ കഴിഞ്ഞു, നമ്മൾ എങ്ങനെ പഠിച്ചതെന്ന് പറയാൻ വേണ്ടി പോകല. അപ്പൊ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഭാവനോട് ചോദിക്കുകയാണ്, പിന്നെ ലിനീഷ് എന്നാണ് പേര്, ലിനീഷിനോട് ചോദിക്കുകയാണ്, ലിനീഷ് പുക വലിക്കാറുണ്ടോ, വീട് വലിക്കാറുണ്ടോ? അതെങ്ങനെ ചോദിക്കും? ഡു യു സ്മോക്ക് എന്ന് വെച്ചാൽ മതി. എങ്ങനെ വെച്ചാൽ മതി? ഡു യു സ്മോക്ക്. നമ്മൾ ഡയറക്റ്റ് ആണ് അല്ലേ? അപ്പൊ യുവിന്റെ കൂടെ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഡു ഉപയോഗിക്കും. ഡു യു സ്മോക്ക്. ഐ യു ദേവിന്റെ കൂടെ നമ്മൾ എപ്പോഴും എന്ത് ഉപയോഗിച്ചാൽ മതി? ഡു മാത്രം യൂസ് ചെയ്താൽ മതി. ഡു യു സ്മോക്ക്. ഇനി ഞാനും ലിനീഷും കൂടി ഞങ്ങൾക്ക് രണ്ടുപേർക്കും സാദിക്ക് വലിക്കലുണ്ടോന്ന് അറിയില്ല അല്ലേ? അപ്പൊ സാദിക്ക് വലിക്കാറുണ്ടോ എന്ന് ഞാൻ ഭാവനോട് ചോദിക്കുകയാണ്. എങ്ങനെ പറയും? അല്ലെ ഭാവനോട് ചോദിക്കും എങ്ങനെ? ഡസ് സാദിക്ക് സ്മോക്ക് എന്ന് വെച്ചാൽ മതി. ഡസ് സാദിക്ക് സ്മോക്ക് എന്ന് പറയുമ്പോൾ സാദിക്ക് വലിക്കാറുണ്ടോ? എന്നാൽ ഞാൻ ഡയറക്റ്റ് ചോദിക്കുകയാണെങ്കിലോ ഡു യു സ്മോക്ക് എന്ന് വെച്ചാൽ മതി. ക്ലിയർ അല്ല? ചുരുക്കത്തില് പിന്നെ സാദിക്കിനോടാണ് ഡയറക്റ്റ് ചോദിക്കണമെങ്കിൽ സാദിക്ക് ദുബായ് പിന്നെ യൂറോപ്പ് പോകാൻ വേണ്ടി നിൽക്കുകയാണ്, മാൾട്ടയ്ക്ക്. അപ്പൊ ഡു യു ഗോ ടു മാൾട്ട എന്നർത്ഥം നീ മാൾട്ടയിൽ പോകാറുണ്ടോന്ന്. എങ്ങനെ? ഡു യു ഗോ ടു മാൾട്ട, നീ മാൾട്ടയിൽ പോകാറുണ്ടോന്ന്. ഇനി സാദിക്ക് മാൾട്ടയിൽ പോകാറുണ്ടോന്ന് ഞാൻ ലിനീഷിനോട് ചോദിക്കണം. ഡസ് സാദിക്ക് ഗോ ടു മാൾട്ട? സാദിക്ക് മാൾട്ടയിലേക്ക് പോകാറുണ്ടോന്ന്. അപ്പൊ ഇതിന്റെ ഒരു കൺഫ്യൂഷൻ ക്ലിയർഡ് ആയി എന്നാണ് വിചാരിക്കണത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു. ഇത് കത്തും.